ഹായ് ഫ്രണ്ട്സ്, ട്രാവലേഴ്സ് കിച്ചൻ്റെ വ്യത്യസ്തമായ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് അപ്പു. അപ്പോൾ നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ആണ്. ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാൻ പോവാണ്. കിഴിയാണ് ഉണ്ടാക്കുന്നത്. കിഴി എന്ന് പറഞ്ഞാൽ മാഗി കിഴി. നമ്മുടെ സാധാ മാഗി വെച്ചിട്ട് ഒരു കിഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ചെറിയൊരു പാക്കറ്റ് മാഗി വേവിച്ച് വെച്ചിട്ടുണ്ട്. വേറെ ഒന്നും ഇട്ടിട്ടില്ല, ഉപ്പോ മസാലയോ ഒന്നും ഇടാണ്ട് വെറുതെ വേവിച്ച് വെച്ചേക്കുന്ന ഒരു പാക്കറ്റ് മാഗി. ഒരു 2 പച്ചമുളക് അരിഞ്ഞെടുത്തേക്കണതാണ്. ഇത് നമ്മുടെ മസാലയാണ്. ഇത് ആ മാഗി മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ മിക്സ് ചെയ്തതാണ്. ഇത് ഒരു ചെറിയൊരു പാക്കറ്റ് റസ്ക് പൊടിച്ചെടുത്തത്, 2 സവോള ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്, ആവശ്യത്തിനുള്ള ഉപ്പ്, 2 കോഴിമുട്ട, കുറച്ച് ചപ്പാത്തി, വെളിച്ചെണ്ണ. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചീനച്ചട്ടി അടപ്പിൽ വെച്ചൊന്ന് ചൂടാക്കിയിടണം. ചട്ടി ഒന്ന് ചൂടാവണം. ചട്ടി ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ട വെളിച്ചെണ്ണയാണ്. ചീനച്ചട്ടി ആയിട്ട് വെച്ച് ചൂടായി വരെ ഇച്ചിരി താമസം ഉണ്ടാവും. അപ്പോൾ ഒന്ന് വെയിറ്റ് ചെയ്യണം. ചട്ടി ഒന്ന് ചൂടായി വരണം. അപ്പോൾ ഓക്കെ, നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ചൂടായ ചട്ടിയിലോട്ട് നമുക്ക് ഒരു വലിയ സ്പൂണിനൊരു 3 സ്പൂൺ എണ്ണ ഒഴിക്കാം. അത്യാവശ്യം വലിപ്പമുള്ള സ്പൂണാണിത്. അതിനൊരു 3 സ്പൂണോളം എണ്ണ നമ്മൾ ഒഴിക്കണം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവോളാണിത്. 2 ചെറിയ സവോള, വലിയ സവോളയല്ല, 2 ചെറിയ സവോള ഒന്ന് ചോപ്പ് ചെയ്തെടുത്താണ്. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ചോപ്പ് ചെയ്ത് വെച്ച സവോള നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ മാഗി കിഴിക്കുള്ള മസാലയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എണ്ണയിൽ വെച്ച് ചെറിയ തീയിൽ വെച്ച് സവോള ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ഒന്ന് പകുതിയോളം വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ അകത്തേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ച 2 പച്ചമുളക് ഒന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലായിരുന്നു. ആവശ്യത്തിനുള്ള ഉപ്പ്. നമ്മൾ മാഗിക്കൊന്നും അധികം ഉപ്പ് വേണ്ടാത്ത സാധനമാണ്. അപ്പോൾ സവോളയ്ക്കുള്ള ഉപ്പ് മാത്രം മതി, അധികം ഉപ്പ് കൂടണ്ട. കുറച്ച് ഉപ്പിട്ടാൽ മതി. ഉപ്പിട്ടെന്ന് ഇനി ഇത് നല്ല ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് മിക്സ് ചെയ്യണം. ഇനി അടുത്ത് നമുക്ക് മസാലയാണ് ചേർക്കാനുള്ളത്. അപ്പോൾ നല്ല ബ്രൗൺ കളർ ആവുന്നവരെ ഇതൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം. സവോള നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. പച്ചമുളകും സവോളയും എല്ലാം നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കിനി അതിൻ്റെ അകത്തേക്കിന് അടുത്ത് ചേർത്ത് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയാണ്. ഒരു കോഴിമുട്ട ഞാൻ അതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചിടുകയാണ്. ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യണം. കോഴിമുട്ട ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് മസാലപ്പൊടിയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചാൽ മാഗിയുടെ മസാലയും കുറച്ച് ഗരം മസാലകളും മിക്സ് ചെയ്തതാണ്. അതൊരു ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക. നിങ്ങളുടെ മസാലയുടെ ടേസ്റ്റ് ഇടുക. നമ്മളിതിപ്പോൾ ഒരു 3 പാക്കറ്റ് മാഗി മസാലയും പിന്നെ കുറച്ച് ഗരം മസാലയാണ് നമ്മളിതിൻ്റെ ചേർത്ത് കൊടുത്തേക്കണം. പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഈ മുട്ടയും സവോളയും എല്ലാം കൂടി ഒന്ന് തീ കൂടരുത്, ചെറിയ തീയിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഓക്കെ, മുട്ട ഒന്ന് ഇതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മാഗി ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ച മാഗിയാണ്. വെറുതെ പച്ചവെള്ളത്തിൽ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, വെറുതെ വേവിച്ച് വെച്ച മാഗിയാണ്. അത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം.
ഇതാണ് നമ്മളിനി ഫില്ല് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മാഗി കിഴിക്കുള്ള കിഴിയുടെ മസാലയാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത്. ഇതാണ് നമ്മളിനി നമ്മുടെ ചപ്പാത്തിയുടെ അകത്ത് ഫില്ല് ചെയ്യുന്നത്. ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആ മുട്ടയും മസാലയെല്ലാം മാഗിയിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അടിയിൽ പിടിക്കാതെ നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ മസാല അതിൻ്റെ അകത്ത് കിടന്ന് ഒരു 10-15 മിനിറ്റോളം അതിൻ്റെ അകത്ത് കിടന്നിട്ടുണ്ട്. അപ്പോൾ ആ മസാലയും നമ്മുടെ മുട്ടയുടെയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാനൊരു 3 തണ്ട് വേപ്പില അതിൻ്റെ അകത്തേക്ക് ഇടുകയാണ്. ഒരു 3 തണ്ട് വേപ്പില ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് തീ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാഗി കിഴിക്കുള്ള സംഭവം എല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ നേരത്തെ കാണിച്ചിരുന്ന മാഗി, വേവിച്ച് വെച്ച മാഗി ഇരിപ്പുണ്ട്, വേവിച്ച് വെച്ച ചപ്പാത്തി, എണ്ണ, റസ്ക് പൊടിച്ചത്. ഇതൊരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ചതാണ്, ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചതാണ്. ഇത്ര ഐറ്റംസാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പരിപാടിയിലേക്ക് പോവാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ ഒരു ചപ്പാത്തി എടുക്കുക. വേവിച്ച ചപ്പാത്തിയാണ്. അതിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഇതിടുക, മാഗി. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മാഗി, ഒരു കുറച്ചളവ്, ഒരു 1-2 സ്പൂണ് മാഗി ഇടുക. എന്നിട്ട് അത് ഇതുപോലെ ചുരുട്ടണം. ഒരു കിഴിയുടെ പരുവത്തിലേക്ക് നമുക്കത് കൊണ്ടുവരണം. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ഒരു കിഴിയാക്കി എടുക്കുക. എന്നിട്ട് ഒരു വാഴയുടെ നാരെടുക്കണം. വാഴനാരാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഒരു വാഴനാര് ഇങ്ങനെ മുറിച്ചെടുത്തിട്ട് അതൊന്ന് ഇതിന് ചുറ്റും ഒന്ന് കെട്ടണം. ഒരു കിഴിയുടെ പരുവത്തിൽ, അത്യാവശ്യം ടൈറ്റിൽ തന്നെ കെട്ടണം. പൊട്ടിപ്പോരുത്, നമ്മുടെ കിഴി പൊട്ടിപ്പോരുത്. എന്നാൽ കുറച്ച് ടൈറ്റിലൊന്ന് കെട്ടിയെടുക്കുക. കണ്ട, ഈ ഒരു പരുവത്തിൽ മാഗി കിഴി പോലെ കെട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ചപ്പാത്തി എല്ലാം കിഴി പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ദേ ഒരു 6-7 കിഴി നമ്മുടെ മാഗിയുടെ കിഴി ചപ്പാത്തിയിൽ സെറ്റ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കിഴി കണ്ടല്ല, നമ്മുടെ കിഴിയാണ്. ഈ കിഴിയാണ് നമുക്കിനി എണ്ണയിൽ വെച്ച് പൊരിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് തുടങ്ങാൻ പരിപാടി. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയൊരു ചീനച്ചട്ടി ഞാൻ ഇവിടെ ഗ്യാസിൽ വെക്കുവാണ്. ഇനി അതിലോട്ട് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ കിഴി പുഴുങ്ങിയെടുക്കാൻ പാകത്തിനുള്ള എണ്ണ ഒഴിക്കുക. കിഴിയുടെ പരിപാടി തുടങ്ങാം. ആദ്യം തന്നെ ഞാൻ ഒരു കിഴി എടുക്കുകയാണ്. ഇത് നമ്മൾ നേരത്തെ ഒരു മുട്ട ഞാൻ അടിച്ച് വെച്ചാണ്. അപ്പോൾ ജസ്റ്റ് ആ കിഴിയിൽ ഈ മുട്ട ഒന്ന് ആ കിഴിയിലൊന്നിങ്ങനെ നന്നായിട്ട് ആ മുട്ട ഒന്ന് കിഴിയിലൊന്ന് മുട്ടിയതിന് ശേഷം ജസ്റ്റ് ഈ റസ്ക് പൊടിച്ചത് അതിൻ്റെ എല്ലായിടത്തും ഒന്ന് ആക്കിയെടുക്കണം. ഓക്കെ, അപ്പോൾ കണ്ടല്ലോ, നമ്മുടെ കിഴി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ എണ്ണയിലിട്ടിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാഗി കിഴി ഞാനൊരു 4 എണ്ണം അതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ പാത്രം 4 വെച്ച്, ഒറ്റടിക്കൊക്കെ ഒരു ചെറിയ പാത്രമാണ്. അപ്പോൾ ഒരു 4 കിഴി ഞാൻ അതിൻ്റെ അകത്ത് എണ്ണയിൽ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് ഓൾറെഡി വെന്ത സാധനമാണ്. അപ്പോൾ അത് കാരണം വേവില്ല. അപ്പോൾ ഈ സാധനം ഒന്ന് വെച്ച് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ഒരു 5-8-10 മിനിറ്റ് ഒന്ന് കിഴിയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് കരിയാത്ത രീതിയിൽ തീ കുറച്ച് വെച്ചൊന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കിഴി ഏകദേശം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഞാൻ പൊക്കി കാണിച്ചു തരാം. കണ്ടോ, നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എടുക്കാം. കിഴി നല്ലപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആദ്യം നമ്മുടെ കിഴി ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം. ഓരോരോ കിഴിയായിട്ട് നമുക്ക് എടുത്ത് വെക്കാം.
ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ മാഗി കിഴി റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട് സംഭവം. അപ്പോൾ നമുക്കിത് സംഭവം ഒരെണ്ണം എങ്ങനെയുണ്ടെന്ന് നോക്കാം. കണ്ടോ, നിങ്ങൾക്ക് കാണാമല്ലോ, സംഭവം നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് മൂക്കി കഴിച്ച സാധനം പൊളി സാധനമാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക, എല്ലാവരും ട്രൈ ചെയ്ത് വിശ്വസിക്കുന്നു. അപ്പോൾ ട്രാവൽസ് കിച്ചൻ, ബൈ ബൈ.